എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി ഫിസിക്സിന്റെ മൊഡ്യൂൾ 9 ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഇലക്ട്രോണിക്സിന്റെ ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, സോ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് സിലബസിൽ പറയുന്ന ടോപ്പിക്ക് ബാൻഡ് തിയറി ആണ്. ഓക്കെ, അപ്പൊ എന്താണ് എനർജി ബാൻഡ് എന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് എനർജി ബാൻഡ്? The range of energy possessed by an electron in solid is known as energy band. അതായത് ഒരു സോളിഡിൽ ഒരു ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന എനർജിയുടെ റേഞ്ച്, അതിനെയാണ് എനർജി ബാൻഡ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ഫസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺ ഈസ് കോൾഡ് ഫസ്റ്റ് എനർജി ബാൻഡ്. ഫസ്റ്റ് ഓർബിറ്റൽ ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് എനർജിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫസ്റ്റ് എനർജി ബാൻഡ്. എന്താണ് ഫസ്റ്റ് എനർജി ബാൻഡ്? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എനർജി ബാൻഡിനെ സോളിഡ്സിൽ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് വാലൻസ് ബാൻഡും ഉണ്ട്, രണ്ട് കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. വാലൻസ് ബാൻഡും ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡും ഉണ്ട്. ഈ വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ഒരു അകലമുണ്ട്, ആ ദൂരത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ദാറ്റ് ഡിസ്റ്റൻസ് ഈസ് കോൾഡ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്? വാലൻസ് ബാൻഡിനും കണ്ടക്ഷൻ ബാൻഡിനും ഇടയിലുള്ള ആ ദൂരത്തിനെ വിളിക്കുന്ന പേര് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. തന്നെ നമ്മൾ EG എന്നുള്ള ഒരു ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഈ വാലൻസ് ബാൻഡിന്റെയും കണ്ടക്ഷൻ ബാൻഡിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിന്റെ ഇടയ്ക്കുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ കണ്ടക്ടേഴ്സിനെയും സെമി കണ്ടക്ടേഴ്സിനെയും ഇൻസുലേറ്റേഴ്സിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ എന്താണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ? വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർമോസ്റ്റ് ഓർബിറ്റ് ഈസ് നോൺ ആസ് വാലൻസ് ഇലക്ട്രോൺ. ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോണിനെ വിളിക്കുന്ന പേരാണെന്ത്? വാലൻസ് ഇലക്ട്രോൺ. ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ വാലൻസ് ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് ഈസ് നോൺ ആസ് വാലൻസ് ബാൻഡ്. നമുക്കറിയാം, ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിനെ വിളിക്കുന്ന പേരാണ് വാലൻസ് ഇലക്ട്രോൺ. ആ വാലൻസ് ഇലക്ട്രോൺ പൊസസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? വാലൻസ് ബാൻഡ്. എന്താണ് വാലൻസ് ബാൻഡ്? അപ്പൊ എന്തായിരിക്കും കണ്ടക്ഷൻ ബാൻഡ്? കണ്ടക്ഷൻ ബാൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കണം. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞാൽ ഇൻ മെറ്റൽ ദ വാലൻസ് ഇലക്ട്രോൺസ് ആർ ലൂസ്ലി പാക്ഡ്. മെറ്റൽസിന്റെ കേസിൽ വാലൻസ് ഇലക്ട്രോൺസ് ലൂസ്ലി പാക്ഡ് ആണ്, കാരണം വളരെ പെട്ടെന്ന് അത് പുറത്തേക്ക് പോകും. ലൂസ്ലി പാക്ഡ് ആണ്. സം ഓഫ് ദി വാലൻസ് ഇലക്ട്രോൺസ് മേ ബി ഗെറ്റ് ഡിറ്റാച്ച്ഡ് ടു ബിക്കം ഫ്രീ ഇലക്ട്രോൺസ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട്, വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ്, അത് വളരെ ലൂസ്ലി പാക്ഡ് ആയതുകൊണ്ട് ചില വാലൻസ് ഇലക്ട്രോൺസ് ഡിറ്റാച്ച് ചെയ്യും, എന്നിട്ട് അത് ഫ്രീ ആവും. ഓക്കെ, ഈ ഫ്രീ ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ഷൻ ഓഫ് കറണ്ട് ഇൻ എ കണ്ടക്ടർ. ഇങ്ങനെ ഫ്രീ ആവുന്ന ആ ഇലക്ട്രോൺസ് ആണ് ആ കണ്ടക്ടറിൽ കറണ്ടിന്റെ ഫ്ലോക്ക് റെസ്പോൺസിബിൾ ആവുന്നത്. സോ ദീസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. അങ്ങനെ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രോൺസിന്റെ ഫ്ലോയുടെ ഫലമായിട്ട് കണ്ടക്ഷൻ നടക്കുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെയുള്ള ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഒന്നുകൂടെ പറയാം. മെറ്റൽസിൽ വാലൻസ് ഇലക്ട്രോൺസ് എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ്. ആ വാലൻസ് ഇലക്ട്രോൺസ് ലൂസ്ലി പാക്ഡ് ആണ്. ചില വാലൻസ് ഇലക്ട്രോൺസ് അതുകൊണ്ട് എന്ത് ചെയ്യും? ഡിറ്റാച്ച് ചെയ്യും. അങ്ങനെ ഡിറ്റാച്ച് ചെയ്തത് ഫ്രീ ഇലക്ട്രോൺസ് ആവും. ഈ ഫ്രീ ഇലക്ട്രോൺസ് ആണ് മെറ്റൽസിൽ കണ്ടക്ഷന് കാരണമാകുന്നത്. സോ ഈ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ ദീസ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്, വാലൻസ് ബാൻഡിൽ നിന്ന് പുറത്തു വന്ന ആ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പൊസസ് ചെയ്യുന്ന റേഞ്ച് ഓഫ് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടക്ഷൻ ബാൻഡ്. ദ റേഞ്ച് ഓഫ് എനർജി പൊസസ്ഡ് ബൈ കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ഇൻ എ സോളിഡ് ഈസ് നോൺ ആസ് എന്താണ്? കണ്ടക്ഷൻ ബാൻഡ്. അപ്പൊ എന്താണ് വാലൻസ് ബാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു, എന്താണ് കണ്ടക്ഷൻ ബാൻഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ഈ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് വളരെ ഈസിലി ഇലക്ട്രോൺസ് പോവുകയാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഏകദേശം ഓവർലാപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വളരെ ഈസിലി വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോകും. അങ്ങനെയാണെങ്കിൽ അതിനെ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കും. അവർ തമ്മിൽ ഒരു ചെറിയ ബാൻഡ് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ
അത് എന്തായി? സെമി കണ്ടക്ടേഴ്സ് ആയി. ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. പെട്ടെന്നൊന്നും വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന് പോകാൻ സാധിക്കുന്നില്ലെങ്കിൽ അതെന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ അതിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും ബൈ ആഡിങ് സം ഇംപ്യൂരിറ്റീസ് ഇൻ ഇറ്റ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് വിശദമായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്? The valence band and conduction band may be separated by an energy gap called forbidden energy gap. ജർമേനിയം ആണെങ്കിൽ 0.785 ഇലക്ട്രോൺ വോൾട്ട് ആണ്. സിലിക്കൺ ആണെങ്കിൽ 1.21 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, സോ ജർമേനിയത്തിന്റെ സിലിക്കൺ 1.21 ആണ്. ജർമേനിയത്തിന്റെ കേസിൽ എനിക്ക് ഈ വാല്യൂ ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. 0.67 ആണോ എന്നൊരു അങ്ങനെ ഒരു ഓർമ്മയിൽ എൻ്റെ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. ബാൻഡ് ഗ്യാപ്പ് ഓഫ് ജർമേനിയം, ജർമേനിയത്തിന്റെ ബാൻഡ് ഗ്യാപ്പ് എത്രയാണെന്ന് നോക്കട്ടെ. സിലിക്കണിന്റെ 1.21 ആണ്. 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ് കേട്ടോ. ജർമേനിയത്തിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത്, ബാൻഡ് ഗ്യാപ്പ് ഓഫ് ജർമേനിയം എന്ന് പറയുന്നത് 0.67 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ബാൻഡ് ഗ്യാപ്പ് ഓഫ് സിലിക്കൺ എന്ന് പറയുന്നത് അത് കറക്റ്റ് ആണ്, 1.21 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഓക്കെ, യെസ്, ഡയമണ്ടിന്റെ ബാൻഡ് ഗ്യാപ്പും കൂടെ ഓർത്ത് വെച്ചോളൂ. ബാൻഡ് ഗ്യാപ്പ് ഓഫ് ഡയമണ്ടിന്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒട്ടും കണ്ടക്ട് ചെയ്യാത്ത ഒരു സാധനമാണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സാധനമാണ് ഡയമണ്ട്, കാരണം അതിന്റെ ബാൻഡ് ഗ്യാപ്പ് വളരെ കൂടുതലാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് സോളിഡ്സ് ഇൻ ടേംസ് ഓഫ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് സോളിഡ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളത് നോക്കുന്നത്. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓൾമോസ്റ്റ് ഇങ്ങനെ ഓവർലാപ്പ്. ഇങ്ങനെ ഷെയ്ഡഡ് പോർഷൻ എന്ന് പറയുന്നത് ആ ഒരു ഓവർലാപ്പിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓൾമോസ്റ്റ് ഓവർലാപ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ വളരെ ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോയി കണ്ടക്ഷൻ നടത്തും. സോ അതാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇൻ ഓൾ കണ്ടക്ടേഴ്സ് വാലൻസ് ബാൻഡ് ഓവർലാപ്പ് വിത്ത് ദ കണ്ടക്ഷൻ ബാൻഡ്. ആ ഓവർലാപ്പ് എന്നുള്ള വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ തന്നെ MCQ ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ്? വാലൻസ് ബാൻഡ് ഓവർലാപ്പ് വിത്ത് കണ്ടക്ഷൻ ബാൻഡ്. Therefore, no energy is required to move an electron from valence band to conduction band. വളരെ ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പൊക്കോളും. Therefore, conductivity is high in conductors. കണ്ടക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിന് മുമ്പ് ഇൻസുലേറ്റേഴ്സിന്റെ കേസ് പറയാം. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഏകദേശം 5 ഇലക്ട്രോൺ വോൾട്ടിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിട്ടാണ് വരിക. ഓക്കെ, 5 ഇലക്ട്രോൺ വോൾട്ടിന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട് ആയിട്ടാണ് വരിക ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ് എന്തിന്? ഡയമണ്ടിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഡയമണ്ടിന്റെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് 5.5 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ വളരെ വലിയ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണത്. ഓക്കെ, അത് ഇൻസുലേറ്റേഴ്സിന്റെ കേസിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഇൻസുലേറ്ററിന്റെ കേസിലുള്ള എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏകദേശം 5 ഇലക്ട്രോൺ വോൾട്ടിനേക്കാൾ കൂടുതലാണ്. അതായത് ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണ്ടി വരും വാലൻസ് ഇലക്ട്രോണിനെ നമ്മൾ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ. അതുകൊണ്ട് ഇൻസുലേറ്റേഴ്സ് വളരെ പുവർ ആയിട്ടുള്ള കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഒട്ടും തന്നെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത ആൾക്കാരാണ്. വളരെ പുവർ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, ഒട്ടും തന്നെ നല്ല വളരെ പുവർ ആയിട്ടേ കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ,
ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ഒക്കെ നമുക്കറിയാം, വുഡ്, റബ്ബർ ഒക്കെ ഇൻസുലേറ്റേഴ്സിന്റെ എക്സാമ്പിൾ ആണ്. ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ വരുമ്പോൾ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ്ഡും അല്ല, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ അകലവും ഇല്ല. ഏകദേശം 1 ഇലക്ട്രോൺ വോൾട്ട്, അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കണം, അത് അങ്ങനെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ബാൻഡ് ഗ്യാപ്പ് ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അതൊരു പോയിന്റ് ആയിട്ട് തന്നെ എഴുതി വെച്ചോളൂ. സോ ബാൻഡ് ഗ്യാപ്പ് ഇൻ ദ കേസ് ഓഫ്, അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് അഥവാ ബാൻഡ് ഗ്യാപ്പ്, ബാൻഡ് ഗ്യാപ്പ് ഇൻ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിലുള്ള ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? that is approximately equal to 1 electron volt. 1 electron volt. Band gap in case of insulators greater than or equal to 5 electron volt. Band gap in case of semiconductors, that is approximately 1 electron volt. Approximately 1 electron volt. അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളൂ. സോ ഈസി ആയിട്ട് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസ് പോവില്ല. വാലൻസ് ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോവില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? കണ്ടക്ടിവിറ്റി പക്ഷെ നമുക്ക് കൂട്ടിയെടുക്കാം. എന്തെങ്കിലും ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് നമുക്ക് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസിന്റെ വേഗത കുറച്ച് കൂട്ടാൻ പറ്റും. ഓക്കെ. ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, എനർജി ഗ്യാപ്പ് ഈസ് സ്മോൾ. മെനി ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ബാൻഡ് എന്താണ്? അക്വയർ എനർജി നെസസറി ടു ജംപ് ദ നാരോ ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. എല്ലാ ഇലക്ട്രോൺസിനും ആ ഒരു എനർജി കിട്ടൂല കണ്ടക്ടേഴ്സിലെ പോലെ. എങ്കിലും കുറേയൊക്കെ ഇലക്ട്രോൺസിന് വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനുള്ള ഒരു എനർജി കിട്ടും. അതായത് കണ്ടക്ടിവിറ്റി ഈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് ആണ്. അതുകൊണ്ട് കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. സെമി കണ്ടക്ടേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങളാണ് ജർമേനിയവും സിലിക്കണും. ഈ ജർമേനിയത്തിന്റെയും സിലിക്കണിന്റെയും ഫോർബിഡൻ എനർജി ഗ്യാപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജർമേനിയത്തിന്റെ കേസിലാണെങ്കിൽ 0.67 ഇലക്ട്രോൺ വോൾട്ട്, സിലിക്കണിന്റെ കേസിൽ 1.21 ഇലക്ട്രോൺ വോൾട്ട്, ഡയമണ്ടിന്റെ കേസിൽ 5.5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് സെമി കണ്ടക്ടേഴ്സ്? ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലെ? അലോ ഇലക്ട്രിസിറ്റി പാർഷ്യലി ത്രൂ എ മീഡിയം. പാർഷ്യലായിട്ട് മാത്രമേ എന്ത് അലോ ചെയ്യുന്നുള്ളൂ? ഇലക്ട്രിസിറ്റി അലോ ചെയ്യുന്നുള്ളൂ. ഉദാഹരണം ഏതൊക്കെയാണ്? ജർമേനിയവും സിലിക്കണും ആണ് എന്തിന്റെ ഉദാഹരണങ്ങൾ? സെമി കണ്ടക്ടേഴ്സിന്റെ ഉദാഹരണങ്ങൾ. ഒരു മീഡിയത്തിലൂടെ പാർഷ്യലി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സെമി കണ്ടക്ടേഴ്സ്. ഉദാഹരണം ജർമേനിയം, സിലിക്കൺ. ജർമേനിയത്തിന്റെ കേസിൽ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ആൻഡ് സിലിക്കണിന്റെ കേസിൽ 1.21 ഇലക്ട്രോൺ വോൾട്ട്, ജർമേനിയത്തിന്റെ കേസിൽ 0.67 ഇലക്ട്രോൺ വോൾട്ട്. ശരിയല്ലേ? നോക്കിക്കേ, ജർമേനിയത്തിന്റെ കേസിൽ 0.67 ആണ്, 78. ആ ഒരു റേഞ്ചിൽ പിടിക്കാം കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഇത് 1.21 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 1.10 തൊട്ട് 1.25 ഇടയിലുള്ള ഏത് വാല്യൂ തന്നാലും നമുക്കത് പിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സാമിന് ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് തരണം നിർബന്ധമൊന്നുമില്ല. ആ ഒരു റേഞ്ചിനുള്ളിൽ വരും എന്നാണ് ജനറലി നമ്മൾ പറയാം. ഓക്കെ, ഇനി സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയാണ്? ദ റെസിസ്റ്റിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആൻഡ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് കണ്ടക്ടേഴ്സ്. എന്ത് പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും കണ്ടക്ടേഴ്സിനും സെമി കണ്ടക്ടേഴ്സിനും ഇടയിലായിരിക്കും അത്. സെമി കണ്ടക്ടേഴ്സ് ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞ ഒരു പാരാമീറ്റർ ആണ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നമ്മൾ 1 + ആൽഫ ഡെൽറ്റ ടി എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സിലബസ് പ്രകാരം അത് പഠിക്കാനില്ലായിരുന്നു. ഓംസ് ലോ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഒരു ടോപ്പിക്കാണ് അത് ആക്ച്വലി. ഇപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്, അതായത് ആൽഫയുടെ വാല്യൂ നെഗറ്റീവ് ആണ്.
ഫോർ സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തോളൂ. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്. ടെമ്പറേച്ചർ കോയിഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടേഴ്സ് ഈസ് നെഗറ്റീവ് എന്നുള്ളത് ഓർക്കണം. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് സെമി കണ്ടക്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓക്കെ. Electrical conductivity of semiconductors can be increased by large amount by the addition of suitable impurities like arsenic, antimony, bismuth, indium, gallium. Okay, arsenic, antimony, bismuth, indium, gallium പോലെയുള്ള arsenic, antimony, bismuth, indium, gallium പോലെയുള്ള ആൾക്കാരൊക്കെ ആഡ് ചെയ്യുന്നത് വഴി, ഇങ്ങനെയുള്ള ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്നത് വഴി സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് വളരെയധികം കൂട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിന് ഒരു പേര് പറയും. ഞാൻ നേരത്തെ ക്ലാസ്സിൽ ആ പേര് പറഞ്ഞു. എന്തായിരുന്നു ആ പേര്? ദാറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ഡോപ്പിംഗ്. അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. ഇൻ സെമി കണ്ടക്ടർ ബോത്ത് ദ ഫ്രീ ഇലക്ട്രോൺസ് ആൻഡ് ഹോൾസ് ആർ ദ ചാർജ് കാരിയേഴ്സ്. ഓക്കെ, സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഫ്രീ ഇലക്ട്രോൺസും ചാർജ് കാരിയേഴ്സ് ആണ്, ഹോൾസും ചാർജ് കാരിയേഴ്സ് ആണ്. ബട്ട് ഇൻ കണ്ടക്ടേഴ്സ് ഓൺലി ഫ്രീ ഇലക്ട്രോൺസ് ആർ ദ ചാർജ് കാരിയേഴ്സ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ ചാർജ് കാരിയേഴ്സ് ആയിട്ട് വരുന്നത് ഫ്രീ ഇലക്ട്രോൺസ് മാത്രമാണ്. പക്ഷെ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ ആബ്സെൻസ് ഓഫ് ഇലക്ട്രോൺ ആണ് ആക്ച്വലി ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹോൾസും ഒരു ചാർജ് കാരിയർ ആണ് ആരുടെ കേസിൽ? സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം. സെമി കണ്ടക്ടേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ട്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറും ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. നോക്കണേ, പ്യുവർ സെമി കണ്ടക്ടേഴ്സ് ഈസ് കോൾഡ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ആണ് നമുക്ക് പി ടൈപ്പ് ആയിട്ടും എൻ ടൈപ്പ് ആയിട്ടും തിരിച്ചിട്ടുള്ളത്. പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ടിവിറ്റി ഓഫ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഇൻക്രീസ്ഡ് ബൈ ആഡിങ് സ്മോൾ എമൗണ്ട് ഓഫ് സ്യൂട്ടബിൾ ഇംപ്യൂരിറ്റീസ് ഇൻ ടു ഇറ്റ് ഈസ് കോൾഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അതായത് പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടർ ആണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ കിട്ടുന്ന സാധനമാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഓക്കെ, അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പ്യുവർ സെമി കണ്ടക്ടർ ആണ്. ആ പ്യുവർ സെമി കണ്ടക്ടറിലേക്ക് കുറച്ച് ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്തുകൊണ്ട് അതിന്റെ കണ്ടക്ടിവിറ്റി കൂട്ടാം. അങ്ങനെ കിട്ടുന്ന സാധനമാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഇങ്ങനെ ഇംപ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ്? ദ പ്രോസസ് ഓഫ് ആഡിങ് ഇംപ്യൂരിറ്റീസ് ടു എ സെമി കണ്ടക്ടർ ഈസ് കോൾഡ് ഡോപ്പിംഗ്. ഒരു സെമി കണ്ടക്ടറിലേക്ക് ഇംപ്യൂരിറ്റീസിനെ ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഡോപ്പിംഗ്. എന്താണ് ഡോപ്പിംഗ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് തിരിക്കാം, ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടർ ആണ്. അതിലേക്ക് ഡോപ്പന്റ് ആഡ് ചെയ്ത് കിട്ടുന്ന സാധനമാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ആ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എൻ ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്, പി ടൈപ്പ് സെമി കണ്ടക്ടറും ഉണ്ട്. ഓക്കെ, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഏതൊക്കെയാണ്? എൻ ടൈപ്പും പി ടൈപ്പും. ഇപ്പൊ എന്താണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ? ദ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആർ ഒബ്റ്റൈൻഡ് ബൈ ഡോപ്പിംഗ് എ ക്രിസ്റ്റൽ ഹാവിംഗ് പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. ക്ലിയർലി മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇംപ്യൂരിറ്റി എന്താണ്? എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. പെന്റാവാലന്റ് ഇംപ്യൂരിറ്റി. ഓക്കെ, പെന്റാവാലന്റ് ഇംപ്യൂരിറ്റിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ആർസനിക്, ബിസ്മത്ത് എക്സെട്ര. ആർസനിക്, ബിസ്മത്ത് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ എന്താണ്? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ്. അപ്പം എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്താണെന്നുള്ളത് പറയാം. എന്താണ് ഏത് ടൈപ്പ് ഇംപ്യൂരിറ്റി ആണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഡോപ്പ് ചെയ്യുന്നത്? അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കൂടെ
നമ്മൾ ഡോപ്പ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എൻ ടൈപ്പ് ആണെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. പി ടൈപ്പ് ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. പി ടൈപ്പ് ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. അപ്പൊ എൻ ടൈപ്പ് ആണെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾ ആണ് ആന്റിമണി, ആർസനിക്, ബിസ്മത്ത് ഒക്കെ. ഓക്കെ, യെസ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആൻഡ് ഹോൾസ് ആർ ദ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പ് pentavalent impurity, electrons are the majority charge carriers. Electrons are majority charge carriers. Electrons are majority charge carriers. ഓക്കെ, ഇപ്പൊ നേരെ നമുക്ക് പി ടൈപ്പ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാം. പി ടൈപ്പ് ആണെങ്കിൽ എന്തായിരിക്കും നോക്കിക്കേ, ഇമ്പ്യൂരിറ്റി എന്തായിരിക്കും? ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾസ് ആണ് ഇൻഡിയം, ഗാലിയം ഒക്കെ. ഇൻഡിയം, ഗാലിയം ഒക്കെ. Then അവിടെ ഹോൾസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഹോൾസ് ആർ ദി മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഹോൾസ് ആർ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അവിടെ മജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹോൾസ് ആണ്. ഹോൾസ് ആർ ദി മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇപ്പൊ എൻ ടൈപ്പ് പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ആർസനിക്, ബിസ്മത്ത് ആണ് എക്സാമ്പിൾ. അവിടെ ഇലക്ട്രോൺസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പി ടൈപ്പ് ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ഇൻഡിയം, ഗാലിയം ഒക്കെയാണ് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ എക്സാമ്പിൾ. ഹോൾസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇവിടുന്നാണ് നമുക്ക് നല്ല രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ പറഞ്ഞത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണെങ്കിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്, ഹോൾസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ഹോൾസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിരിക്കും, ഇലക്ട്രോൺസ് ആയിരിക്കും മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇതിൽ ഒരെണ്ണം പഠിച്ചു വയ്ക്കുക, PTH പഠിച്ചു വയ്ക്കുക. PTH പഠിച്ചു വെച്ചാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് മറ്റേത് ഓർക്കാൻ പറ്റും. ഓക്കെ, PTH എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ഹോൾസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പം പി കഴിഞ്ഞാൽ പിന്നെ എൻ ടൈപ്പ്, ട്രൈവാലന്റ് അല്ലെങ്കിൽ പിന്നെ പെന്റാവാലന്റ്, പിന്നെ ഹോൾസ് അല്ലെങ്കിൽ പിന്നെ ഇലക്ട്രോൺസ്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കാം. എന്താണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, ഹോൾസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി, ഇലക്ട്രോൺസ് ആർ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. ഇത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പോൾ ഹോൾസ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ് ആണ് പി ടൈപ്പിൽ. അപ്പം അവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയർ ഏതാണെന്ന് ചോദിച്ചാൽ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, മൈനോറിറ്റി ഇലക്ട്രോൺ ആണ്. അതേ കണക്ക് എന്താണ് എൻ ടൈപ്പിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്, ഇലക്ട്രോൺസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അപ്പൊ എൻ ടൈപ്പിൽ മൈനോറിറ്റി ചാർജ് കാരിയർ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹോൾസ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കണം. അപ്പം മജോറിറ്റി ആണ് നമ്മൾ ഇതിനകത്ത് ഓർത്ത് വെക്കുന്നത്. മൈനോറിറ്റി എന്താണെന്നുള്ളത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും. ശരിയാണല്ലോ? സംശയമില്ല എന്ന് വിചാരിച്ചോട്ടെ. യെസ്, നോക്കിക്കേ, ഇപ്പം എന്താ പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുമായിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ ഉദാഹരണം എന്താണ്? ആന്റിമണി, ആർസനിക്, ബിസ്മത്ത്. എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിൽ ഇലക്ട്രോൺസ് ആണ് മജോറിറ്റി ചാർജ് കാരിയേഴ്സ്, ഹോൾസ് എന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയർ ആണ്. ഓക്കെ, പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഇലക്ട്രോൺസ് ആർ ദ മജോറിറ്റി ചാർജ് കാരിയേഴ്സ്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി. ഓക്കെ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലേക്ക് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ
എന്താണ്? ട്രൈവാലന്റ് ഇംപ്യൂരിറ്റി, holes are the majority charge carriers. In p-type semiconductors are obtained by doping crystal having trivalent impurity like indium, gallium, etc. A p-type semiconductor, holes are the majority charge carriers and electrons are the minority charge carriers. p-type semiconductors ആണെങ്കിൽ അവിടുത്തെ majority charge carriers എന്ന് പറഞ്ഞാൽ എന്താണ്? p-type majority charge carriers എന്ന് പറയുന്നത് holes ആണ്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ് നമ്മളവിടെ യൂസ് ചെയ്യുക. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസിന്റെ എക്സാമ്പിൾ ആണ് ഇന്ഡിയം, ഗാലിയം ഒക്കെ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പം ബാൻഡ് തിയറി ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡയോഡിലേക്കൊക്കെ വരാം. നോക്കുക, ഒന്നാമത്തെ ചോദ്യം. ഇൻ എ കണ്ടക്ടർ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഈസ്. കണ്ടക്ടേഴ്സിന്റെ കേസിൽ 0 അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് ബാൻഡ്സ് എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ ചോദ്യം. ദ എനർജി ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി. ഒരു സെമി കണ്ടക്ടറിന്റെ കേസ് ആണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ദ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ബാൻഡ് ഗ്യാപ്പ് ഓഫ് എ സെമി കണ്ടക്ടർ ഈസ് അപ്രോക്സിമേറ്റ്ലി 1 ഇലക്ട്രോൺ വോൾട്ട് ആൻഡ് ഇൻസുലേറ്റർ ഈസ് അപ്രോക്സിമേറ്റ്ലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട് ഫോർ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന്റെ കേസിൽ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. 5.5 ഇലക്ട്രോൺ വോൾട്ട് ഉള്ള ആർക്കായിരുന്നു? എനർജി ഗ്യാപ്പ് അപ്രോക്സിമേറ്റ്ലി 5.5 ഇലക്ട്രോൺ വോൾട്ട് ഉള്ളത് ഡയമണ്ടിനാണ്. ഓർത്ത് വെച്ചോണം കേട്ടോ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ആൻഡ് ജെർമേനിയത്തിൻ്റെത് എത്രയാണ്, സിലിക്കണിൻ്റെത് എത്രയാണെന്നുള്ളതും മസ്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ജെർമേനിയം 0.67 ഇലക്ട്രോൺ വോൾട്ട്, 67 1.21 ഇലക്ട്രോൺ വോൾട്ട്. മൂന്നാമത്തെ നോക്കാം. ദ SI യൂണിറ്റ് ഓഫ് എനർജി യൂസ്ഡ് ടു എക്സ്പ്രസ് ബാൻഡ് ഗ്യാപ്പ് ഈസ് ഇലക്ട്രോൺ വോൾട്ട് ആണ് അല്ലെ. ബാൻഡ് ഗ്യാപ്പ് എല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ചേക്കുന്ന ഇലക്ട്രോൺ വോൾട്ടിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ബാൻഡ് ഗ്യാപ്പ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യം. എ സെമി കണ്ടക്ടർ ബിഹേവ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ആൻ ഇൻസുലേറ്റർ അറ്റ് അബ്സല്യൂട്ട് 0 ഓർ 0 കെൽവിനിലാണ് ഒരു സെമി കണ്ടക്ടർ ഓൾമോസ്റ്റ് ഒരു ഇൻസുലേറ്ററിനെ പോലെ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളായിരുന്നു നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അണ്ടിൽ ദെൻ, ബൈ ബൈ.